ഇതങ്ങനെ വിട്ടാൽ ശരിയാവില്ല. ഗാഥ എവിടെയെന്നുള്ളതിന് ഉത്തരം പറയണത് സിത്താര മേഡവാ. നവീനെ, ഇപ്പൊ നീ സിത്താരയുടെ അടുത്തേക്ക് പോണ്ട. പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്റെ ഭാര്യയെ കാണാനില്ലെന്ന് പറഞ്ഞ് ഞാൻ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കണം? ഇപ്പോ അനീൻ സാറിന്റെ മോളാണെന്ന് പറയുന്ന ആ കുട്ടി മാസ്ക് ഒക്കെ വെച്ചാ അന്ന് അവളവിടെ വന്നത്. ഏകദേശം ഗാഥാമാടത്തെ പോലെയാണെന്ന് ഞാൻ പറഞ്ഞത് സാറിന് ഓർമ്മയുണ്ടോ? ആ, അതെനിക്ക് ഓർമ്മയുണ്ട്. ആ, അന്ന് ആ കുട്ടിയുടെ ശബ്ദം ഗാഥാമാടത്തിന്റെ അതേ ശബ്ദമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ സാറിനോട്? പറഞ്ഞു. എന്നിട്ട് സാറ് വിശ്വസിച്ചോ? ഇപ്പൊ സാറ് നോക്കിയേ, ഗാഥമാടൻ കളരിക്കലില്ല, എവിടെ പോയതാണെന്ന് ആർക്കും അറിയില്ല. സാറ് വിളിച്ചിട്ട് ഗാഥമാടൻ ഫോണും എടുക്കുന്നില്ല. മോളിക്കുട്ടിയുടെ കൂടെ ഞാൻ ഗാഥമാടത്തെ വ്യക്തമായി കണ്ടതാ. ഇതിലെന്തോ കള്ളക്കളിയില്ലേ സാറേ? സാറ് പറ. താൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാ പറയാതെ പറ്റുമോ സാറേ? ഇതിലൊക്കെ എന്തെങ്കിലും കള്ളക്കളി ഉണ്ടെങ്കിലേ സാറല്ലേ പെട്ടുപോകുന്നത്. അതിലെനിക്ക് ഇത്തിരി സങ്കടം ഉണ്ടെന്ന് കൂട്ടിക്കൂ. ഈ തിരിമറി നമ്മൾ ഇന്ന് കണ്ടുപിടിച്ചിരിക്കും. എങ്ങനെയെങ്കിലും അവിടെ ഒന്ന് എത്തിയാൽ മതിയായിരുന്നു. ആ ദേ, നവീനും മാണിക്കുഞ്ഞും കൂടെ ഇപ്പൊ തന്നെ വരും കേട്ടോ സുമിത്രേ. ഇത്രയും കാലം ഞാനും ഉദയേട്ടനും കീർത്തിയായിരുന്നല്ലോ നിങ്ങളുടെ ശത്രുക്കള്. ഗാഥ ഇവിടുള്ള ആളുകളെ മുഴുവൻ കബളിപ്പിക്കുന്നു എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ ആരും അത് വിശ്വസിച്ചില്ല. കുറച്ച് ഗതികേട് ഞങ്ങൾക്കുണ്ട്. അല്ലെങ്കിൽ ഇതിനോടകം കൈയോടെ പിടിച്ച് നിങ്ങളുടെ മുന്നിൽ നിർത്തി തരുമായിരുന്നല്ലോ. ആ, അതൊക്കെ പോട്ടെ, ഞങ്ങളെ വിശ്വസിക്കണ്ട. നവീന്റെ കൂടെ നിഴല് പോലെ നടക്കുന്ന മാണിക്കുഞ്ഞിനെ വിശ്വസിക്കാലോ. നിർമ്മലേ, ഗാഥമോൾ ഇവിടെ ഇല്ലാന്നുള്ളത് സത്യമാ. അതുകൊണ്ട് നീ പറയുന്നതെല്ലാം സത്യമാകണമെന്നുണ്ടോ? അയ്യോ, അമ്മയുടെ ശബ്ദം തന്നെ തളർന്നു പോയല്ലോ. ആ, അല്ല, അമ്മ എന്താ ദേഷ്യപ്പെടാത്തെ? സാധാരണ ഇങ്ങനെ അല്ലല്ലോ അമ്മേ. നിർമ്മല എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാ കൈയും പൊക്കി നിർമ്മല അടിക്കാൻ വരുന്ന ആളല്ലേ. ഇനി അമ്മ അങ്ങനെ തന്നെ ആവണം. അത് നിർമ്മലയുടെ അടുത്തല്ല, സിത്താരയുടെ അടുത്തായിരിക്കണം. പിന്നെ വേഷം കെട്ടിച്ച് നമ്മളെയൊക്കെ പറ്റിച്ചു കിടക്കുന്ന ഗാഥയുണ്ടല്ലോ, അവളോട്. എന്തായാലും ഇന്നിനി അവള് തിരിച്ചു വരുന്നുള്ള പ്രതീക്ഷയൊന്നും വേണ്ട. പിടിക്കപ്പെട്ട കാര്യം എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. വന്നു കയറാൻ അവൾക്ക് ധൈര്യം ഉണ്ടാവില്ല. അമ്മേ, എന്താ ഇതൊക്കെ? എനിക്കറിയില്ല സുമിത്രേ. ഒരാളും ഒന്നും അറിയണ്ട. നവീനും മാണിക്കുഞ്ഞും ഇപ്പൊ എത്തും. അപ്പോ ചെറിയൊരു ചടങ്ങ് മാത്രമേ ഉള്ളൂ. അച്ഛനെ അമ്മയും കൂട്ടി നവീൻ നേരെ സിത്താര അടുത്തേക്ക് പോവാ. ഇത്രയും കാലം കളരിക്കൽ കുടുംബക്കാരെ എന്തിനാ പറ്റിച്ചെന്ന് ചോദിക്കണം. എന്നിട്ട് ഇനി നിങ്ങളുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ലാന്നും പറഞ്ഞ് നേരെ ഇങ്ങോട്ട് തിരിച്ചു വരണം. കഴിഞ്ഞു. ആ ആ ദേ വന്നു. എടാ പൊന്നു മോനെ, നീ വന്നോ? എന്താ ഇത്ര താമസിച്ചേ? മാണിക്കുഞ്ഞേ, അവളെ കിട്ടിയോ? ഇല്ല. അയ്യോ, ഒടിയനെ പോലെയാ, ഒടിയനെ പോലെ. ഒരു സമയത്ത് രണ്ടിടത്ത് കാണും. രണ്ട് സ്ഥലത്ത് നിന്ന് ഒരേ സമയം മറയും ചെയ്യും. മോനെ നവീനെ, അമ്മ എന്നും നിന്റെ നല്ലതേ ആഗ്രഹിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് പറയാ, മുത്തശ്ശിയും അച്ഛനെയും അമ്മയും വിളിച്ചോണ്ട് നേരെ അങ്ങ് സിത്താര അടുത്തേക്ക് ചെല്ലണം. അമ്മയ്ക്ക് ഒരാഗ്രഹം കൂടിയുണ്ട്. സിത്താരോട് നീ സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഓരോണ്ണം മുഖം അടിച്ചും കൊടുക്കണം. ഒന്നുമില്ലേ, നിന്റെ ജീവിതം എടുത്ത് പന്താടിയതല്ലേടാ. അമ്മേ, ഗാഥ പുറത്തു പോകുമ്പോ അമ്മയോട് പറഞ്ഞിരുന്നോ? എന്നോട് പറഞ്ഞിരുന്നു. ആ കുട്ടിക്ക് ചിലപ്പോ വേറെന്തെങ്കിലും ആവശ്യം കൂടി ഉണ്ടായിട്ടുണ്ടാവും. ആഹാ, അതെപ്പോഴാ അമ്മേ ഗാഥ അമ്മയോട് പറഞ്ഞത്? അതൊന്ന് കേക്കട്ടെ. എങ്ങോട്ട് പോന്നെന്നാ പറഞ്ഞത്? ഒന്ന് വിശദീകരിച്ച് പറഞ്ഞാട്ടെ. മുത്തശ്ശി, അമ്മായി ചോദിച്ചത് കാര്യോ? എവിടേക്ക് പോകുന്ന ഗാഥ പറഞ്ഞു?
ആ ദേ അമ്മയ്ക്ക് മറുപടി ഒന്നും ഉണ്ടാവില്ല നവീനെ. പെട്ട് നിക്കല്ലേ പാവം. അല്ല, എന്റെ ഒരു സംശയം എന്താണെന്നറിയോ? ഇവിടെ നടക്കുന്ന കള്ളക്കളികൾ മുഴുവൻ അമ്മയ്ക്കും കൂടെ അറിയാവുന്ന, അല്ലാതെ ഇങ്ങനെ ഉണ്ടാവൂ? എടാ മാണിക്കുഞ്ഞ്, നീ ഗാഥയെ കണ്ടു എന്ന് പറഞ്ഞത് സത്യം തന്നെയല്ലേ? ആ ദേ, നീ അത് അമ്മയുടെ മുന്നിൽ നിന്ന് ഉറക്കെ വിളിച്ചു പറ. ഞാൻ ഗാഥമാടത്തെ കണ്ടു എന്നുള്ളത് സത്യം തന്നെയാ. ഗാഥമാടം മോളിക്കുട്ടിയുടെ ഓട്ടോയിലുണ്ടായിരുന്നു. യോ ശോ, നിനക്ക് മോളക്കുട്ടി എന്ന് പറഞ്ഞോളെ കൂടി ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നോടായിരുന്നോ? ശ്ശേ, ഇന്നത്തോടെ രണ്ട് പാത്രത്തിലാക്കിക്കൂടായിരുന്നു നമുക്ക്. മണിക്കുഞ്ഞ്, ഇത് അങ്ങനെ വിട്ടാൽ ശരിയാവില്ല. ഗാഥ എവിടെയെന്നുള്ളതിന് ഉത്തരം പറയണത് സിത്താര മേഡമാ. നവീനെ, ഇപ്പൊ നീ സിത്താരയുടെ അടുത്തേക്ക് പോണ്ട. പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്റെ ഭാര്യയെ കാണാനില്ലെന്ന് പറഞ്ഞ് ഞാൻ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കണം? അവരന്വേഷിച്ചു വന്നു കഴിഞ്ഞാലും അവരുടെ പുറകെ എത്തുന്നത് സിത്താര മേഡം തന്നെയല്ലേ മുത്തശ്ശി? അതുകൊണ്ട് അവരെ തന്നെ കാണണമെന്ന് ഞാൻ പറഞ്ഞത്. എനിക്കിതിന്റെ വാസ്തവം അറിഞ്ഞേ പറ്റൂ. ഗാഥയെക്കുറിച്ച് സിത്താര മേഡത്തിന് മറുപടി ഇല്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ ഇന്നെനിക്ക് ചില നിർണായകമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടി വരും. ദീപം 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 ദീപം. താനപ്പോഴെ തിരിച്ചു വന്നേ? അല്ല, ഇതിപ്പോ എവിടുന്ന് പൊട്ടിമുളച്ചു? ഇതിനകത്തോട്ട് ഇപ്പൊ കേറി? ഞാനിവിടെ ഉമ്മറത്ത് നിന്നിരുന്നാണല്ലോ. എല്ലാം പറയാം. ആദ്യം എല്ലാവരും വിളക്കിനെ നമസ്കരിക്കാം. അല്ലല്ല, ഇത് ശരിയാവില്ല. എന്ത് മായം കളിച്ചിട്ടാടി നീ വീട്ടിനകത്തോട്ട് കയറിയത്? എവിടെ കൂടെ നീ കയറി വന്നത്? അമ്മായി, എല്ലാ ചോദ്യത്തിനും ഞാൻ മറുപടി പറയാം. ഞാൻ ഇപ്പൊ വരാട്ടോ. ആ